ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് എത്രമാത്രം കണക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. റിമൈനൈസിങ്, അൺഫിനിഷ്ഡ് ബിസിനസ്, മിസ്റ്റേക്സ്. ഒരു കാർഡ് കൂടി എടുക്കാം. തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അങ്ങനെയുള്ളൊരു സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ നിങ്ങളിപ്പോൾ വളരെയധികം ഒരു ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് നിങ്ങളോട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതെല്ലാം ഓർക്കുമ്പോൾ സ്വന്തം മിസ്റ്റേക്സ് മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. റിമൈനൈസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിപ്പോൾ ഓർത്തെടുക്കുകയാണ്. അതായത് അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല. ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് തേർഡ് പാർട്ടി ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം നിങ്ങളെ ഓർക്കുന്നതും നിങ്ങളുടെ ബന്ധത്തിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതും. അപ്പൊ അവരുടെ ആ ഒരു മിസ്റ്റേക്സ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള പാത്ത് തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക. നഷ്ടപ്പെട്ടു പോയിരുന്ന നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് അവർക്ക് നിങ്ങളിലേക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത്. വളരെയധികം ഒരു മിസ്സിംഗ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നതും അതോടൊപ്പം സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്ന ഒരു പേഴ്സന്റെ എനർജി കൂടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതും.